ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. നമ്മൾ നമ്മുടെ IPL ടീം റിവ്യൂ സീരീസ് തുടരുകയാണ്. ഇതുവരെയുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടാണ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള മോട്ടിവേഷൻ. അപ്പോൾ നമുക്ക് ഇനി ടൈം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ അടുത്ത ടീമിലേക്ക് കടക്കുകയാണ്. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ, IPL തന്നെ ഏറ്റവും വലിയ ഫാൻ ബേസുകളിൽ ഒന്നുള്ള ടീം. സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ ടീം. IPL ചരിത്രത്തിൽ ഇതുവരെ കിരീടം നേടാൻ കഴിയാത്ത ടീമുകളിൽ ഒന്നുകൂടിയാണ് RCB. 3 തവണ ഫൈനലിൽ എത്തിയതാണ് അവരുടെ ഏറ്റവും വലിയ നേട്ടം. ഈ വീഡിയോ എനിക്കൊരല്പം പേഴ്സണലാണ്, കാരണം ഞാനൊരു RCB ഫാനാണ്. ഒരു RCB ഫാൻ എന്ന നിലയിൽ എന്നെ ഏറ്റവും അധികം വിഷമിപ്പിച്ചത് 2016 ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോടേറ്റ തോൽവിയാണ്. 16 മത്സരങ്ങളിൽ നിന്ന് 973 റൺസുമായി വിരാട് കോഹ്ലിയുടെ സ്വപ്നതുല്യമായ പ്രകടനം. 209 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ RCB ആദ്യ 10 ഓവർ കഴിയുമ്പോൾ മികച്ച നിലയിലായിരുന്നു. എന്നാൽ ബരീന്ദർ സ്വാനിന്റെ പന്തിൽ വിരാട് കോഹ്ലി ബൗൾഡ് ആയതോടുകൂടി പിന്നീട് കണ്ടതൊരു കൂട്ട തകർച്ചയാണ്. ഒടുവിൽ 8 റൺസിന്റെ തോൽവി. പിന്നീട് ഇതുവരെ ഫൈനലിലെത്താൻ RCB കഴിഞ്ഞിട്ടില്ല. RCB എക്കാലത്തും ഒരു ബാറ്റിംഗ് ഹെവി യൂണിറ്റ് ആണ്. വിരാട് കോഹ്ലിയെ കൂടാതെ ക്രിസ് ഗെയിൽ, AB ഡിവില്ലിയേഴ്സ്, യുവരാജ് സിംഗ്, ബ്രണ്ടൻ മെക്കല്ലം, തിലകരത്ന ദിൽഷൻ, ആരോൺ ഫിഞ്ച്, ഗ്ലെൻ മാക്സ്വെൽ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിട്ടും കിരീടം മാത്രം RCBയിൽ നിന്ന് അകന്നു നിന്നു. അതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത്, ലോകോത്തര ബാറ്റർമാരെ ടീമിലെത്തിക്കുമ്പോഴും അതുപോലെ തന്നെ ആ ഒരു ബോളിംഗ് സെറ്റപ്പ് മികച്ചതാക്കാനൊരു ശുഷ്കാന്തി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാരണം അവരുടെ ഹോം ഗ്രൗണ്ട് തന്നെയാണ്, ചിന്നസ്വാമി സ്റ്റേഡിയം. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ പ്രത്യേകത റൺസ് ഒഴുകുന്ന പിച്ചാണ്. രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവരെ തുണയ്ക്കുന്ന പിച്ചാണ്. അവിടെ ഒരു ഹോം അഡ്വാൻറ്റേജ് അത് ഉണ്ടാക്കിയെടുക്കാൻ RCBക്ക് ഇതുവരെയും കഴിഞ്ഞില്ല. ഹോം ആൻഡ് അവേ ഫോർമാറ്റിൽ നടക്കുന്ന IPL പോലൊരു ടൂർണമെന്റിൽ ഹോം ഗ്രൗണ്ടിൽ വിജയിക്കുക എന്നത് അത്രത്തോളം പ്രധാനമാണ്. ഉദാഹരണത്തിന് നമുക്ക് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യം എടുക്കാം. അവിടെ ചെപ്പോക്കിൽ പോയി അവരെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് ഏത് ടീമുകൾക്കും ഒരു പേടി സ്വപ്നമാണ്. അതായത് അവിടേക്ക് പോകാൻ ഏത് ടീമും ഒന്ന് ഭയക്കും. എന്നാൽ RCBയുടെ കാര്യം എടുത്താൽ ഏതൊരു ടീമും കളിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന സ്റ്റേഡിയമാണ് ചിന്നസ്വാമി. അത് കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. 2017 ശേഷം ഇങ്ങോട്ടുള്ള കണക്കുകൾ നോക്കിയാൽ IPLൽ 50% താഴെ ഹോം ഗ്രൗണ്ടിൽ വിജയ ശതമാനമുള്ളത് RCBക്ക് മാത്രമാണ്. 44% മത്സരങ്ങളിൽ മാത്രമാണ് ഹോം ഗ്രൗണ്ടിൽ RCBക്ക് ജയിക്കാനായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ 5 സീസണുകളിലെ കാര്യം നോക്കിയാൽ അതിൽ 4 തവണയും പ്ലേ ഓഫിലെത്താൻ RCBക്ക് ആയിട്ടുണ്ട്. ഇത്തവണ മെഗാ ഓപ്ഷന് മുമ്പ് വിരാട് കോഹ്ലി, രജത് പട്ടിദാർ, യഷ് ദയാൽ എന്നീ 3 താരങ്ങളെ മാത്രമാണ് RCB നിലനിർത്തിയത്. എന്നിട്ട് ടീം മൊത്തത്തിലൊന്ന് ഉടച്ചു വാർത്തു. രജത് പട്ടിദാർ ആണ് പുതിയ നായകൻ. കോച്ചിങ് സെറ്റപ്പ് നോക്കിയാൽ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ആൻഡി ഫ്ലവർ തന്നെയാണ് ഇത്തവണയും കോച്ച്. ലോകത്തിലെ പല ലീഗുകളിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കോച്ചാണ് ആൻഡി ഫ്ലവർ. ആൻഡി ഫ്ലവറിന് കൂട്ടായി നമ്മുടെ സ്വന്തം DK ദിനേശ് കാർത്തിക്കും എത്തുന്നുണ്ട്. ഇത്തവണ വർഷത്തെ ഫിനിഷർ, വിക്കറ്റ് കീപ്പർ റോളുകൾക്ക് പകരം ഇത്തവണ DK എത്തുന്നത് ബാറ്റിംഗ് കോച്ച്, മെന്റർ റോളുകളിലാണ്. നമുക്ക് RCBയുടെ സാധ്യത ലെവലും നോക്കാം. എന്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ വർഷങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അത്യാവശ്യം സക്സസ്ഫുൾ ആയ ഒരു ഓപ്ഷൻ ആയിരുന്നു ഇത്തവണ RCBയുടേത്. അതായത് സ്റ്റാർ പ്ലേയേഴ്സിന് പിറകെ പോകുന്ന സ്ഥിരം ശൈലിയിൽ നിന്ന് മാറി തങ്ങൾക്ക് വേണ്ട ഒരു ടീമിനെ കെട്ടിപ്പടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതിനർത്ഥം ടീമിൽ വീക്ക്നെസ് ഇല്ലെന്നല്ല. അത് നമുക്ക് പ്ലേയിങ് 11 നോക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം ചിന്നസ്വാമി ബാറ്റിങ്ങിനെ തുണയ്ക്കുന്ന പിച്ചാണ്. അവിടെ നല്ലൊരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ് ലൈനപ്പ് തന്നെ ആവശ്യമാണ്. നമുക്ക് നോക്കിയാൽ ഓപ്പണിംഗിൽ എത്തുന്നത് വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട് എന്നിവരാണ്. വിരാട് കോഹ്ലിയെ കുറിച്ച് പറയേണ്ട കാര്യം തന്നെയില്ല. കഴിഞ്ഞ സീസണിൽ ഓറഞ്ച് ക്യാപ്പ് വിന്നറാണ്. 741 റൺസാണ് കഴിഞ്ഞ സീസണിൽ വിരാട് കോഹ്ലി സ്കോർ ചെയ്തത്. അതുപോലൊരു സീസൺ തന്നെയാണ് വിരാട് കോഹ്ലിയിൽ നിന്ന് RCB ഇത്തവണയും പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, വിരാട് കോഹ്ലിയെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഫിൽ സാൾട്ടിലേക്ക് വരാം. സാൾട്ടിന്റെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് മികച്ച തുടക്കം നൽകാൻ കാരണക്കാരനായ പ്ലെയറാണ്. അതായത് സാൾട്ടും നരേനയും ചേർന്ന് മിക്കവാറുമുള്ള മത്സരങ്ങളിലെല്ലാം പവർ പ്ലേയിൽ ബൗളർമാർക്ക് മേലെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സാൾട്ട് ഫോം ആയാൽ ബൗളേഴ്സിന്റെ ഒരു പേടി സ്വപ്നം തന്നെയാണെന്ന് പറയാം. അതും ചിന്നസ്വാമിയിലെ പോലെ ബാറ്റിങ്ങിനെ തുണയ്ക്കുന്ന പിച്ചിൽ സാൾട്ട് ടച്ച് ആയാൽ വളരെ ഡേഞ്ചറസ് ആയ ഒരു പ്ലെയർ ആണ്. അപ്പോൾ ഓപ്പണിംഗ് സോർട്ടഡ് ആണ്. സാൾട്ട് ഒരു എക്സ്പ്ലോസീവ് ബാറ്ററാണ്. അതുപോലെ വിരാട് കോഹ്ലിക്ക് പവർ പ്ലേയിൽ ബൗണ്ടറികൾ യഥേഷ്ടം കണ്ടെത്താനും അത് കഴിഞ്ഞ് ഇന്നിംഗ്സ് ആങ്കർ ചെയ്യണമെങ്കിൽ ചെയ്യാനുമുള്ള കഴിവുണ്ട്. അപ്പോൾ ആ ഒരു റോള് പെർഫെക്റ്റ് ആണ്. അതായത് ഈ IPL അതിന്റെ മികച്ച ഓപ്പണിംഗ് ബേസിൽ ഒന്നാണ് വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട്. ഇനി 1 ഡൗണിലേക്ക് വന്നാൽ അവിടെയാണ് ചെറിയൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ പ്ലേയിങ് 11 കൊടുത്തിരിക്കുന്നത് ദേവ്ദത്ത് പടിക്കലിനെയാണ്. ദേവ്ദത്ത് പടിക്കലിനെ അവർ ഓപ്ഷന്റെ അവസാന സമയത്താണ് വിളിച്ചെടുത്തത്. അതായത് ദേവ്ദത്ത് പടിക്കൽ അൺസോൾഡ് ആവാൻ പോകുന്ന സമയത്ത് ഒരു ബേസ് പ്രൈസിനാണ് RCB പടിക്കലിനെ എടുക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ RCBക്ക് വേണ്ടി കളിച്ചിട്ടുള്ള പ്ലെയർ ആണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയർ അൺസോൾഡ് ആയി പോവാതിരിക്കാൻ വേണ്ടി അവർ ബിഡ് ചെയ്താണോ എന്ന് പോലും അന്ന് എനിക്ക് സംശയമുണ്ടായി. എന്നിട്ടും ഞാനിവിടെ ദേവദത്ത് പടിക്കലിനെ നമ്പർ 3 പോലൊരു പൊസിഷനിൽ ഇട്ടതിൽ കാര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് നമുക്ക് പറയാം. അതിൽ നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഫിൽ സാൾട്ട് ഒരു എക്സ്പ്ലോസീവ് ബാറ്ററാണ്. അതുപോലെ തന്നെ വിരാട് കോഹ്ലി പവർ പ്ലേയിൽ ബൗണ്ടറീസ് കണ്ടെത്തും. അപ്പോൾ അങ്ങനെ ഒരു 6 ഓവറിൽ ഒരു 60 അല്ലെങ്കിൽ 6 ഓവറിൽ നല്ലൊരു സ്റ്റാർട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു വിക്കറ്റ് പോയി, അതായത് 10 ഓവറല്ല, അതിനു മുമ്പ് പവർ പ്ലേയിൽ തന്നെ ഒരു 4 ഓവറിൽ 50 വന്നിട്ട് ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞ് പടിക്കലെത്തുമ്പോൾ
പടിക്കലിന് ആ ഒരു എക്സ്പ്ലോസീവ് രീതിയിൽ ബാറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് ഡൗട്ട്. കാരണം പടിക്കലിന്റെ യൂഷ്വൽ പൊസിഷൻ നേരത്തെ RCBയിൽ കളിച്ച സമയത്ത് യൂഷ്വൽ പൊസിഷൻ ഓപ്പണർ ആയിരുന്നു. ഓപ്പണറായിട്ട് RRനെതിരെ ഒരു സെഞ്ചുറിക്ക് അടിച്ചിട്ടുണ്ട്. അത് അന്നൊരു അൺബീറ്റൻ പാർട്ണർഷിപ്പാണ് വിരാട് കോഹ്ലിയായിട്ട് ഇട്ടത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് RRൽ പോയപ്പോഴായാലും പിന്നീട് LSG പോയപ്പോഴായാലും ഒരു നമ്പർ 3-ലൊക്കെയാണ് കളിച്ചത്. ആ നമ്പർ 3 എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പൊസിഷൻ അല്ല, പുള്ളിയുടെ നാച്ചുറൽ പൊസിഷൻ അല്ല. അത് മാത്രമല്ല സ്ട്രഗിൾ ചെയ്യുകയും ചെയ്തു. ഇവിടെ തിരിച്ച് RCBയിലേക്ക് എത്തുമ്പോൾ ചിന്നസ്വാമി ഒന്നുകൂടെ ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചാണ്. എങ്കിൽ പോലും ആ ഒരു അതായത് സോൾട്ടും വിരാട് കോഹ്ലിയും നൽകുന്ന ഒരു സ്റ്റാർട്ട് തുടരാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ഡൗട്ട്. അവിടെയാണ് ഒരു നെഗറ്റീവ്, ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നത്. എന്നിട്ടും ഞാൻ നമ്പർ 3-ൽ ഇട്ടതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് കുറവാണ്. RCBയിൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ടോപ്പ് 5 എടുത്ത് നോക്കിയാൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് കുറവായതുകൊണ്ടാണ് ഞാൻ ദേവദത്ത് പടിക്കലിനെ നമ്പർ 3-ൽ ഇട്ടത്, ആ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ കിട്ടാൻ. അത് മാത്രമല്ല, ദേവദത്ത് പടിക്കലിനെ നമ്പർ 3-ൽ ഇട്ടില്ലെങ്കിൽ പകരം രജത് പട്ടിദാറിനെ നമ്പർ 3-ലേക്ക് ഇടേണ്ടി വരും. രജത് പട്ടിദാർ നല്ല കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയർ ആണ്. ഇത്തവണ ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻസിയുടെ ആഡഡ് പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയണം. പക്ഷേ ഇക്കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് അലി ടൂർണമെന്റിലൊക്കെ ഫൈനലിൽ ബാക്കിയുള്ളവരെല്ലാം തകർന്നടിഞ്ഞപ്പോഴും രജത് പട്ടിദാറിന്റെ ഇന്നിങ്സ് ആണ് അവർക്ക് നല്ലൊരു സ്കോർ നൽകിയത് ടീമിന്. അപ്പോൾ രജത് പട്ടിദാർ അങ്ങനെ പ്രഷറിൽ ക്രംബിൾ ചെയ്ത് പോകുന്നു കരുതുന്ന ഒരു പ്ലെയർ അല്ല. പക്ഷേ രജത് പട്ടിദാർ നമ്പർ 4-ൽ വന്നാൽ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിന്നിനെതിരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പ്ലെയർ ആണ്. അപ്പോൾ RCBയുടെ ഈ ഒരു ടീം നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും സ്പേസിനെതിരെ നല്ല സ്ട്രൈക്ക് റേറ്റ് ഉള്ള പ്ലെയേഴ്സാണ്. എന്നാൽ അത് സ്പിന്നിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ സ്ട്രൈക്ക് റേറ്റ് കുറച്ചൊന്ന് കുറയും. പക്ഷേ രജത് പട്ടിദാറിൻ്റെ കാര്യം നേരെ തിരിച്ചാണ്. പേസിനെതിരെ അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്ന പട്ടിദാർ സ്പിന്നിനെതിരെ വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സ്ട്രൈക്ക് റേറ്റിൽ, അതിനേക്കാൾ കൂടുതൽ ആവറിൽ, ഏകദേശം 180+ സ്ട്രൈക്ക് റേറ്റിലാണ് പട്ടിദാർ സ്പിന്നിനെതിരെ സ്കോർ ചെയ്യുന്നത്. എബവ് 60 ആവറേജ് ഉള്ള പ്ലെയറാണ് പട്ടിദാർ. അപ്പോൾ ആ ഒരു മിഡിൽ ഓവേഴ്സിൽ സ്പിൻ എതിർ ടീമുകൾ സ്പിൻ എറിയുന്ന സമയത്ത് പട്ടിദാർ ക്രീസിലുള്ളതായിരിക്കും RCBക്ക് കൂടുതൽ ബെനിഫിറ്റ് ആകുക. കാരണം ഒരു സ്പിൻ ഡെമോളിഷറാണ് പട്ടിദാർ. അപ്പോൾ ആ ഒരു രീതിയിൽ മിഡിൽ ഓവേഴ്സിൽ സ്കോർ കയറ്റാൻ ആ പട്ടിദാറിന്റെ സാന്നിധ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് രജത് പട്ടിദാറിനെ നമ്പർ 4-ൽ ഇട്ടത്. അപ്പോൾ അത് വരുമ്പോൾ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനും വരും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ദേവദത്ത് പടിക്കൽ 3, രജത് പട്ടിദാർ 4. അടുത്തത് ലിയാം ലിവിങ്സ്റ്റന്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള പ്ലെയർ ആണ്. പക്ഷേ ആ ഒരു പൊട്ടൻഷ്യൽ, ലിവിങ്സ്റ്റന്റെ പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ടുള്ളൊരു പ്രകടനം, ഒരു കൺസിസ്റ്റൻ്റുള്ള പ്രകടനം ഞാൻ എവിടെയും കണ്ടില്ല. ഇക്കഴിഞ്ഞ നമ്മുടെ ഇന്ത്യൻ സീരീസിലായാലും വലിയ കാര്യമായ പ്രകടനങ്ങളൊന്നും ലിവിങ്സ്റ്റൺ നടത്തിയിട്ടില്ല. പക്ഷേ എങ്കിലും പ്ലേയിങ് ലെവൽ വരും. കാരണം ലിവിങ്സ്റ്റൺ ഫോം ആയിക്കഴിഞ്ഞാൽ ഒരു അസറ്റാണ്. പക്ഷേ ആ ഒരു നമ്മളിപ്പോൾ പറയുമ്പോൾ ഭയങ്കര എക്സ്പ്ലോസീവ് ബാറ്റർ ആണെന്നൊക്കെ പറയുമ്പോഴും അതിനുതകുന്ന ഒരു പ്രകടനം പുള്ളിയുടെ സൈഡിൽ നിന്ന് അധികം കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ടില്ല. പക്ഷേ ചിന്നസ്വാമി പിച്ച് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റൈലിനെ സ്യൂട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഫോം ആവുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നല്ലൊരു പാർട്ട് ടൈം ഓപ്ഷനാണ്. അതായത് ഓഫ് സ്പിന്നും ലെഗ് സ്പിന്നും ഒരുപോലെ ബോൾ ചെയ്യാൻ കഴിവുള്ളൊരു പ്ലെയർ ആണ് ലിവിങ്സ്റ്റൺ. അപ്പോൾ നമുക്ക് ഇൻ കേസ് ഒരു പാർട്ട് ടൈം ബോളറിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡേഴ്സിനും ലെഗ് സ്പിന്നും അതുപോലെ ലെഫ്റ്റ് ഹാൻഡേഴ്സിന് ഓഫ് സ്പിന്നും ബോൾ ചെയ്യാൻ, അതായത് ബോൾ ടേക്ക് എവേ ഫ്രം ദം, ബാറ്റിൽ നിന്ന് ടേക്ക് എവേ, അതായത് ബാറ്റിൽ നിന്ന് ആ ഒരു രീതിയിൽ ആ ഒരു മാച്ചപ്പ് അനുസരിച്ച് ബോൾ ചെയ്യാൻ കഴിയുന്ന ഒരു പാർട്ട് ടൈം ബോളറാണ് ലിയാം ലിവിങ്സ്റ്റൺ. അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലിയാം ലിവിങ്സ്റ്റൺ ടീമിലുണ്ടാവും. അപ്പം നമ്പർ 5-ൽ ലിവിങ്സ്റ്റൺ. 6 കൃണാൽ പാണ്ഡ്യ ഒരു ഫ്ലോട്ടറായിട്ട് യൂസ് ചെയ്യാം. അതായത് ഇൻ കേസ് ദേവദത്ത് പടിക്കലിനെ അവർ ഇറക്കുന്നില്ലെങ്കിൽ ഫ്ലോട്ടറായിട്ട് യൂസ് ചെയ്യാം. അത് മാത്രമല്ല ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ നിലനിർത്താൻ വേണ്ടി കൃണാൽ പാണ്ഡ്യയെ നമുക്ക് ഇടാം. ഒരു ഫ്ലോട്ടറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ ഞാൻ എപ്പോഴും ഒരു ഇത് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IPL ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, IPL ഒരു ലോങ് ടൂർണമെൻ്റ് ആണ്. അപ്പോൾ കോർണർ പിച്ചസ്, സൈഡ് പിച്ചസിലൊക്കെ മാച്ചസ് വരും. അപ്പോൾ ഒരു സൈഡ് എപ്പോഴും അങ്ങനെ ഒരു കോർണർ പിച്ചസിലൊക്കെ മത്സരം വരുമ്പോൾ ഒരു സൈഡ് എപ്പോഴും ലോങ്ങും ഒരു സൈഡ് ഷോർട്ടും ആയിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എതിർ ടീമിലെ ബോളേഴ്സ് ഇത് അനുകൂലമാക്കി എടുക്കാതിരിക്കാൻ ഒരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോംബോ ക്രീസിലുള്ളത് എപ്പോഴും നല്ലതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷന് കുറച്ച് സ്ട്രെസ് കൊടുക്കുന്നത്. അത് മാത്രമല്ല ബോളർമാർക്ക് പെട്ടെന്നൊരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാനും പാടാണ്. കാരണം കണ്ടിന്യൂസ് ചോപ്പ് ആൻഡ് ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ അത് ഒരു ഋതത്തിൽ തന്നെ എപ്പോഴും ബോൾ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ട് വരും ബോളേഴ്സിന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോംബോയുടെ ഇമ്പോർട്ടൻസ് ഞാൻ സ്ട്രെസ് ചെയ്യുന്നത്. അപ്പോൾ 6 കൃണാൽ പാണ്ഡ്യ. 7 ജിതേഷ് ശർമ്മ എക്സ്പ്ലോസീവ് ബാറ്ററാണ്. അതായത് വിക്കറ്റ് കീപ്പർ കൂടിയാണ്. അത് മാത്രമല്ല നല്ല എക്സ്പ്ലോസീവ് ബാറ്ററാണ്. സ്പിന്നിനെ നന്നായിട്ട് കളിക്കും. രജത് പട്ടിദാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ അത്രയും ഇല്ലെങ്കിലും സ്പിന്നിനെ നന്നായിട്ട് കളിക്കുന്ന പ്ലെയറാണ് ജിതേഷ് ശർമ്മ. ലിവിങ്സ്റ്റന്റെ കാര്യം പറയുമ്പോഴാണ് എനിക്കൊരു പ്രശ്നം വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കഴിഞ്ഞ ഇന്ത്യ സീരീസിലൊന്നും സ്പിന്നിനെ അത്ര ഫലപ്രദമായിട്ട് കൗണ്ടർ ചെയ്യാൻ ലിവിങ്സ്റ്റന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് ആ ഒരു പ്രശ്നം. അപ്പം നമുക്ക് ബാറ്റിംഗ് ഓർഡർ ഒന്ന് നോക്കിയാൽ വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട് സെറ്റാണ്.
ദേവദത്ത് പടിക്കൽ. ഇൻ കേസ് പടിക്കൽ കളിക്കുന്നില്ല എങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരു യുവതാരത്തെ, അതായത് ബെഞ്ചിലുള്ള വേണമെങ്കിൽ മനോജ് ഭണ്ഡാരിയോ വല്ലതും നമുക്കൊന്ന് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ രജത് പട്ടിദാർ തന്നെ 1 ഡൗൺ ഇറങ്ങാനാണ് ചാൻസ്. അങ്ങനെ വരുമ്പോൾ ചില ചേഞ്ചസ് ഈ കോമ്പിനേഷനകത്ത് വരും. എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞ പടിക്കൽ, പട്ടിദാർ, ലിവിങ്സ്റ്റൺ, കൃണാൽ പാണ്ഡ്യ, ജിതേഷ് ശർമ്മ, ടോപ്പ് 7. നല്ല ഡിസ്ട്രക്റ്റീവ് ബാറ്റിംഗ് ലൈനപ്പാണ്. ചിന്നസ്വാമിക്ക് പറ്റിയ ബാറ്റിംഗ് ലൈനപ്പാണിത്. അതായത് എങ്ങനെ ഉള്ള ബോളിംഗ് അറ്റാക്കിനെയും ഫേസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള, ഇനി ഇൻ കേസ് ഒരു തകർച്ച വന്ന് കഴിഞ്ഞാൽ പോലും ഇന്നിങ്സ് ആങ്കർ ചെയ്യാൻ കോഹ്ലിയുണ്ട്. കുറച്ച് ടഫ് പിച്ചസ് ആണെങ്കിൽ ഇന്നിങ്സ് ആങ്കർ ചെയ്യാൻ കോഹ്ലിയുണ്ട്. അപ്പം കോഹ്ലിക്ക് ചുറ്റും ബാക്കിയുള്ള പ്ലേയേഴ്സിന് കളിക്കാൻ പറ്റും. അതുപോലെ നമ്പർ 8ലേക്ക് വന്നാൽ റൊമാരിയോ ഷെപ്പേർഡിനെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. റൊമാരിയോ ഷെപ്പേർഡ് ഓർ ടിം ഡേവിഡ്, ഇവർ 2 പേരിൽ ആർക്ക് വേണമെങ്കിലും കളിക്കാം. ഷെപ്പേർഡിനെ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെപ്പേർഡ് ഒരു നല്ല അത്യാവശ്യം ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓപ്ഷൻ കൂടിയാണ്. അതായത് ഒരു പാർട്ട് ടൈം ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓപ്ഷൻ കൂടിയാണ് റൊമാരിയോ ഷെപ്പേർഡ്. അതുകൊണ്ടാണ് ഷെപ്പേർഡിനെ 8ൽ ഇട്ടേക്കുന്നത്. അപ്പം ആ ഒരു ഷെപ്പേർഡ് 8th വരുമ്പോൾ ആ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ബാറ്റിംഗ് ഡെപ്തുള്ള ടീമാണ്. നമ്മൾ ഒരു ഡെപ്ത് ഉള്ള ബാറ്റിംഗ് ലൈനപ്പായിട്ട് ഇത് മാറും. അതായത് കോഹ്ലി, സോൾട്ട്, പടിക്കൽ, പട്ടിദാർ, ലിവിങ്സ്റ്റൺ, പാണ്ഡ്യ, ശർമ്മ, ഷെപ്പേർഡ് എന്ന് പറയുമ്പോൾ അതായത് തുടക്കം ഒരു 2-3 വിക്കറ്റ്സ് പോയാലും പിന്നീടായാലും അവർക്ക് പുഷ് ചെയ്തൊരു 220, ചിന്നസ്വാമിയുടെ കാര്യം ഒരു 200-220 എത്താൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു ബാറ്റിംഗ് ലൈനപ്പ് അവർക്കുണ്ട് ഈ ഒരു 8th പൊസിഷനിൽ ഷെപ്പേർഡ് ഇറങ്ങുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് ബോളേഴ്സിൻ്റെ കാര്യം നോക്കിയാൽ ഭുവി, റസീഖ്ദാർ, ജോഷ് ഹേസൽവുഡ്, യഷ് ദയാൽ. നമുക്കറിയാം ഭുവി. ഇനി ഭുവിയുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ ഭുവി തൻ്റെ പ്രൈം ആ ഒരു ടൈം ഹീസ് പാസ്റ്റ് ഹിസ് പ്രൈം ആണോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷേ കാരണം പുള്ളി എന്തായാലും പുള്ളിയുടെ പ്രൈം ഫോമിലല്ല. എന്നാൽ അതിൻ്റെ ഒരു പകുതി, അതായത് പുള്ളിയുടെ പ്രൈം ഫോമിൻ്റെ ഒരു 60-70% എങ്കിലും പുള്ളിക്ക് ഇപ്പോൾ ആ ഒരു ഫോം നിലനിർത്താനായി കഴിഞ്ഞാൽ RCBക്ക് വളരെ നല്ലതാണ്. കാരണം നമുക്ക് RCBയുടെ എപ്പോഴും ഒരു പ്രശ്നം ഡെത്ത് ഓവേഴ്സ് ഒരു പ്രശ്നമാണ്. അപ്പം ഭുവി നേരത്തെ ആണെങ്കിൽ, ഭുവി തൻ്റെ പ്രൈമിലൊക്കെ ആണെങ്കിൽ ഡെത്ത് ഓവേഴ്സ് ഒക്കെ യോർക്കറുകൾ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ആ ഒരു ഫോമിൻ്റെ ഒരു 60-70% ഉണ്ടെങ്കിൽ പോലും ഡെത്ത് ഓവേഴ്സിൽ കാര്യം RCBക്ക് ആശ്വാസകരമാവും. അതുപോലെ തന്നെ ഓപ്പണിംഗ് ഓവേഴ്സ് നമുക്കറിയാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുറച്ച് സ്വിങ് ചെയ്യുന്ന, അതായത് കുറച്ച് സ്വിങ്ങിങ് ബൗൺസുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഭുവി ലീഡിലായിരിക്കും. കാരണം നന്നായിട്ട് ബോൾ സ്വിങ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയറാണ് ഭുവി. അതുപോലെ കൂടെ പാർട്ണർഷിപ്പിൽ വരുന്നത് ജോഷ് ഹേസൽവുഡ് ആണ്. ജോഷ് ഹേസൽവുഡിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ ലെങ്ത് ഇതിലുള്ള കൺട്രോളാണ്. അതായത് ഒരേ സ്പോട്ടിൽ, ഇപ്പോൾ ഒരു പ്രോപ്പർ സ്പോട്ടിൽ വീണ്ടും ബോൾ ചെയ്ത് ആ ഒരു ബൗൺസും കൊണ്ട് ബാറ്റർമാരെ ഇറിറ്റേറ്റ് ചെയ്ത് ഫ്രസ്ട്രേറ്റ് ചെയ്ത് വിക്കറ്റ് വീഴ്ത്താൻ കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയറാണ് ഹേസൽവുഡ്. കാരണം ആ ഒരു കൃത്യതയാണ് ഹേസൽവുഡിൻ്റെ ആ ഒരു പ്രോപ്പർ കൃത്യത, ആ ഒരു ആക്യുറസിയാണ് നമ്മുടെ ഹേസൽവുഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പുള്ളിയുടെ ഹൈറ്റിൽ നിന്ന് ആ ഒരു ബൗൺസ് കൂടെ ആകുമ്പോൾ ആ ആക്യുറസിയിൽ വരുമ്പോൾ ചിന്നസ്വാമിയിൽ, അതായത് പവർ പ്ലേയിൽ എതിർ ടീമിൽ ഒരു ഡെൻറ്റ് ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. അതായത് ഭുവിയും കൂടെ ഫോമിലാണെങ്കിൽ ഹേസൽവുഡും ഭുവിയും ചേർന്ന ഒരു കോമ്പിനേഷന് പവർ പ്ലേയിൽ ഡെൻറ്റ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ടീമിന് ബെനിഫിറ്റ് ആണ്. അതുപോലെ റസീഖ്ദാർ നേരത്തെ DC കളിച്ചിരുന്ന യുവതാരമാണ്. പുള്ളിയും ഇപ്പം ഞാൻ പ്രാക്ടീസിൻ്റെ കുറച്ച് വീഡിയോസ് കണ്ടപ്പോഴായാലും ഇപ്പോൾ കഴിഞ്ഞ വർഷം കണ്ടപ്പോഴായാലും അത് ബാക്ക് ഓഫ് ദ ആൻഡ് സ്ലോവർ ബോൾ, അതുപോലെ യോർക്കർ ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിവുള്ള പ്ലെയറാണ്. ഇപ്പോൾ അവരോട് പ്രാക്ടീസ് വീഡിയോ കണ്ടപ്പോൾ നല്ല വിരാട് കോഹ്ലിക്കെതിരെ നല്ല ഷാർപ്പായിട്ടുള്ള ബൗൺസേഴ്സ് എറിയുന്നത് ഞാൻ കണ്ടു. അപ്പം റസീഖ്ദാർ നല്ല ടാലൻ്റ് ഉള്ളൊരു യങ് പ്ലെയറാണ്. പിന്നീട് ഇമ്പാക്ട് പ്ലെയറായിട്ട് യഷ് ദയാലിൻ്റെ കാര്യം അറിയാം. അന്ന് കളിച്ചിരുന്ന സമയത്ത് നമ്മുടെ റിങ്കു സിംഗ് ഒരു അടുപ്പിച്ച് 5 6 അടിച്ച് അത് കഴിഞ്ഞ് ടീമിൽ നിന്ന് പോയി. പിന്നീട് RCBയിലൂടെ ഒരു പുനർജന്മം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം RCB വന്നിട്ട് പുള്ളിക്ക് ഒരു സെക്കൻഡ് ലൈഫ് പോലെയായിരുന്നു RCB ആയിട്ടുള്ളൊരു സ്റ്റിൻ്റ് എന്ന് പറയുന്നത്. അപ്പം പിന്നീട് ഫോം ആവാനും RCB പിന്നീട് യഷ് ദയാലിനെ നിലനിർത്തുകയും ചെയ്തു. അപ്പോൾ ഒരു ഫെയറി ടെയിൽ സ്റ്റോറി പോലെയാണ്. അതായത് വീഴ്ച, ഒരു തകർന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് RCBയിലൂടെ വീണ്ടും ഒരു പുനർജനിച്ച ഒരു ഫീലാണ് യഷ് ദയാലിന്. അപ്പോൾ യഷ് ദയാലും RCB സെറ്റപ്പിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ തന്നെയാണ് യഷ് ദയാലും. പിന്നെ ഇവിടെ ഇപ്പോൾ നമുക്ക് ആ 12 ഒന്നുകൂടെ നോക്കാം. കോഹ്ലി, ഫിൽസാൾട്ട്, പടിക്കൽ, പട്ടിദാർ, ലിവിങ്സ്റ്റൺ, പാണ്ഡ്യ, ശർമ്മ. 8th ഷെപ്പേർഡ് അല്ലെങ്കിൽ ടിം ഡേവിഡ്. ഷെപ്പേർഡ് ആകുമ്പോൾ ഒരു ബോളിംഗ് ഓപ്ഷൻ കൂടെ ഉണ്ട്. പിന്നീട് ഭുവി, റസീഖ്ദാർ, ജോഷ് ഹേസൽവുഡ്, യഷ് ദയാൽ. ഇത്രയാണ് പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലേയിങ് 12, അതായത് 11+ ഇമ്പാക്ട് പ്ലെയർ അനലൈസ് ചെയ്യുമ്പോൾ ബാറ്റിംഗ് സോളിഡ് ആണ്, എക്സ്പ്ലോസീവ് ആണ്. അതായത് നല്ല ഡെപ്ത് ഉള്ള ബാറ്റിംഗ് ലൈനപ്പാണ്. ഞാൻ പറഞ്ഞൊരു പ്രഡിക്റ്റഡ് ലൈനപ്പ് വെച്ചിട്ട് ഒരു 8th വരെ നല്ല വെൽ സെറ്റ് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഫാസ്റ്റ് ബോളിങ്ങും ഓക്കെയാണ്. ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ്, റസീഖ്ദാർ, യഷ് ദയാൽ. 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് റൊമാരിയോ ഷെപ്പേർഡിനെ വേണമെങ്കിൽ, ഷെപ്പേർഡാണ് ഇറങ്ങുന്നതെങ്കിൽ റൊമാരിയോ ഷെപ്പേർഡിനെ യൂസ് ചെയ്യാം. അത് ഓക്കെയാണ്. ഫാസ്റ്റ് ബോളിങ്ങും ഓക്കെയാണ്. ഇനി ഒരു വീക്ക്നെസ്, ഇവിടെ ഞാൻ ഈ പറഞ്ഞ സ്ക്വാഡിൽ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് സ്പിൻ ബൗളിംഗ് ഓപ്ഷൻസ് കുറവാണ്. അതായത് കൃണാൽ പാണ്ഡ്യ നമുക്ക് 4 overs യൂസ് ചെയ്യാം.
ഒരു പ്രോപ്പർ വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നർ അല്ല കൃണാൽ പാണ്ഡ്യ. എതിരാളികളെ റെസ്ട്രിക്ട് ചെയ്യും, ഇക്കണോമിക്കലായിട്ട് ബോൾ ചെയ്യുമെങ്കിൽ ഒരു പ്രോപ്പർ വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നർ അല്ല കൃണാൽ പാണ്ഡ്യ. പിന്നീടുള്ളത് ആരാണ്? ഇത് നോക്കുമ്പോൾ നമുക്ക് പാർട്ട് ടൈം ഓപ്ഷനേ ഉള്ളൂ. അതായത് ലിയാം ലിവിങ്സ്റ്റൺ എന്ന് പറഞ്ഞൊരു പാർട്ട് ടൈം ഓപ്ഷനാണ് അവിടെ ഉള്ളത്. അതായത് സ്പിന്ന് വീക്കാണ്, വിക്കറ്റ് ടേക്കിംഗ് ഓപ്ഷൻസ് വീക്കാണ്. അവിടെ അതൊരു പ്രശ്നമായിട്ട് വരും. ഞാൻ ഈ പറഞ്ഞ പ്ലേയിങ് 11-ൽ അതൊരു പ്രശ്നമായിട്ട് വരും. ഇനി ഇൻ കേസ് ദേവദത്ത് പടിക്കലിനെ മാറ്റിയിട്ട് നമ്പർ 3 ആയിട്ട് രജത് പട്ടിദാർ ഇറങ്ങുകയാണ് എങ്കിൽ, അങ്ങനെ വരികയാണെങ്കിൽ ഒരു നമുക്ക് സ്പിൻ ഒന്ന് ബോൾസ്റ്റർ ചെയ്യാനായിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമുക്ക് സുയാഷ് ശർമ്മയെ യൂസ് ചെയ്യാം. ഇനി ഒരു ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് സുയാഷ് ശർമ്മയെ യൂസ് ചെയ്യാം. സുയാഷ് ശർമ്മ അല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ നമുക്കുള്ളത് സ്വപ്നിൽ സിംഗ് ആണ്. സ്വപ്നിൽ സിംഗ് കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തിയ ഒരു പ്ലെയറാണ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് മാച്ച് കളിച്ചില്ല. പിന്നീട് ആദ്യം കുറേ ട്രൈ ചെയ്തിട്ടാണ് അവസാനമാണ് സ്വപ്നിൽ സിംഗിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും സ്വപ്നിൽ സിംഗ് ഒരു നല്ല ഒരു മാച്ച് വിന്നറായിട്ട് തന്നെ മാറി. ചില മത്സരങ്ങളിൽ പുള്ളി വളരെ ഇക്കണോമിക്കലായിട്ട് ബോൾ ചെയ്തു, വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ സ്വപ്നിൽ സിംഗ് കഴിഞ്ഞ സീസണിൽ അവരുടെ ഒരു ഫൈൻഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വപ്നിൽ സിംഗിനെയോ നമ്മുടെ സുയാഷ് ശർമ്മയോ ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഈ ടീമിൽ ചെറിയൊരു ചേഞ്ച് വരും. അങ്ങനെ വരുമ്പോൾ ദേവദത്ത് പടിക്കൽ കാണത്തില്ല. അപ്പോൾ നമ്പർ 7 ആയിരിക്കും ഷെപ്പേർഡ് അല്ലെങ്കിൽ ടിം ഡേവിഡ് വരുന്നത്. എന്നിട്ട് നമുക്ക് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് നമുക്ക് ഒന്നെങ്കിൽ സുയാഷ് ശർമ്മ അല്ലെങ്കിൽ സ്വപ്നിൽ സിംഗിനെ യൂസ് ചെയ്യാം. ഇനി ഒരു നല്ലൊരു എക്സൈറ്റിംഗ് ടാലന്റ് അവിടെ ഉള്ളത് ജേക്കബ് ബദലാണ്. ജേക്കബ് ബദൽ ഇംഗ്ലണ്ടിന്റെ യങ് പ്ലെയർ ആണ്, ഓൾറൗണ്ടർ ആണ്. അത് ബാറ്റിംഗ് ഓൾറൗണ്ടർ ആണ്, ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ആണ്, അതുപോലെ ലെഫ്റ്റ് ആം സ്പിൻ ഓർത്തഡോക്സ് ബോളറാണ്. അപ്പോൾ പുള്ളിയെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇൻ കേസ് ഫോം ഔട്ട് ആയി, ലിയാം ലിവിങ്സ്റ്റൺ ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേണമെങ്കിൽ റൊമാരിയോ ഷെപ്പേർഡ് ഓർ ടിം ഡേവിഡിന് പകരം യൂസ് ചെയ്യാം. പക്ഷേ ജേക്കബ് ബദലിൻ്റെ കാര്യം പറഞ്ഞാൽ ജേക്കബ് ബദൽ ഒരു ടോപ്പ് ഓർഡർ, അതായത് ഒരു 3, 4, 5 പൊസിഷനിൽ ബാറ്റ് ചെയ്യുന്ന പ്ലെയർ ആണ്. അപ്പോൾ ഫിനിഷിങ്ങിൽ എത്രത്തോളം നന്നാവും എന്നറിയില്ല. പക്ഷേ ഒരു ലെഫ്റ്റ് ഹാൻഡ് വെറൈറ്റി വേണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലെവലിൽ ട്രൈ ചെയ്യാവുന്ന ഒരു പ്ലെയർ ആണ്. പിന്നെ ബെഞ്ചിൽ ഒരു എക്സൈറ്റിംഗ് ഓപ്ഷൻ ഉള്ളത് നുവാൻ തുഷാരയാണ്. ശ്രീലങ്കൻ പ്ലെയർ ആണ്. നമുക്ക് മലിംഗയുടെ കാര്യമൊക്കെ പറയുന്ന പോലെ ഒരു സൈഡ് ആം ആ ഒരു ആക്ഷനുള്ള ബോളറാണ്. യോർക്കറൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ, പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബോളറാണ്. തുഷാരെ വേണമെങ്കിൽ നമുക്ക് ബാറ്റിംഗ് ഡെപ്ത് ഓക്കെയാണ്, അതായത് ഫസ്റ്റ് മാച്ചസിലൊക്കെ ബാറ്റിംഗ് ഡെപ്ത് ഓക്കെ ആണെങ്കിൽ നമുക്ക് റൊമാരിയോ ഷെപ്പേർഡ് ഓർ ടിം ഡേവിഡ് ആ ഒരു പൊസിഷനിൽ അവരെ മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് നുവാൻ തുഷാരെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ലുങ്കി എൻഗിഡിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ഹോപ്പില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്നസ്വാമിയുടെ ഒരു പിച്ചിൽ ഒട്ടും യോജിക്കുന്ന ബോർഡർ അല്ല. കാരണം ഒരു വെറൈറ്റീസ് ഉണ്ട് എങ്കിലും ആ ഒരു പുള്ളിയുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ചിന്നസ്വാമി നല്ല അടി വാങ്ങാൻ സാധ്യതയുള്ള സ്റ്റൈലാണ്. ഇപ്പം നമുക്ക് നേരത്തെ ഇപ്പം സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി കളിച്ച മത്സരങ്ങളിൽ നിന്നായാലും അറിയാം. ചില സമയമൊക്കെ അവസാനം ഡെത്ത് ഓവേഴ്സിലൊക്കെ നന്നായിട്ട് അടി വാങ്ങിയിട്ടുള്ള താരമാണ് ലുങ്കി എൻഗിഡി. അപ്പോൾ എൻഗിഡിക്ക് സ്യൂട്ട് ചെയ്ത സർഫസ് പണ്ട് ചെന്നൈ കളിച്ചപ്പോൾ പിന്നെയും അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. കാരണം ചെപ്പോക്കിലേക്ക് പിച്ച് പിന്നെയും സ്യൂട്ട് ചെയ്യും. പക്ഷേ ചിന്നസ്വാമിയിൽ ഒരു തരത്തിലും സ്യൂട്ട് ചെയ്യുന്ന പിച്ചല്ല, എൻഗിഡിക്ക് സ്യൂട്ട് ചെയ്യുന്ന പിച്ചല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഹേസൽവുഡ് ഈ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു പരിക്കുണ്ടായിരുന്നു, കളിച്ചില്ല. ഇപ്പോൾ ഫസ്റ്റ് മാച്ചിന് ഫിറ്റ് ആണെന്ന് പറയുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹേസൽവുഡിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നുവാൻ തുഷാരയാണ്. ഇപ്പോൾ ഒരു ഡയറക്റ്റ് സ്വാപ്പാണ്, ലൈക്ക് ഫോർ ലൈക്ക് സ്വാപ്പാണ്. ഇനി ഹേസൽവുഡിനെയും തുഷാരയെ ഒരുമിച്ച് കളിപ്പിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൊമാരിയോ ഷെപ്പേർഡ്, ടിം ഡേവിഡ് ആ ഒരു പൊസിഷനിൽ അവരെ മാറ്റി ഒരു ഇന്ത്യൻ പ്ലെയറിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് കളിപ്പിക്കാം. പിന്നീട് കുറച്ച് യങ് പ്ലേയേഴ്സ് ഉണ്ട്, മനോജ് ഭണ്ഡാഗെ, അതുപോലെ നമ്മുടെ സ്വസ്തിക് ചിക്കാരയൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇപ്പം നുവാൻ തുഷാരെ ടീമിൽ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ആ ടിം ഡേവിഡ് അവരെ മാറ്റി ഒരു ഫിനിഷറായിട്ട് ചിക്കാരെ കളിപ്പിച്ചു. ചിക്കാര നമ്മുടെ ബിഗ് ഷോട്ട്സ് കളിക്കാൻ കേപ്പബിലിറ്റി ഉള്ള പ്ലെയർ ആണ്, ഒരു യങ് ടാലന്റ് ആണ്. അപ്പോൾ ചിക്കാരെ അവിടെ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ നമുക്ക് നുവാൻ തുഷാരെ വെച്ചിട്ട് ബോളിംഗ് ഒന്നുകൂടെ ബോൾസ്റ്റർ ചെയ്യാം. പിന്നെ അഭിനന്ദൻ സിംഗ്, മോഹിത് റെഡ്ഡി, അങ്ങനെ കുറച്ച് 1-2 യങ് പ്ലേയേഴ്സ് കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു സ്ക്വാഡ് അനാലിസിസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പ്ലേയിങ് 11 എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബാറ്റിംഗ് ഡെപ്ത് ഉള്ള നല്ലൊരു പ്ലേയിങ് 11 ആണ്. അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ സ്പിന്നറിന് ഷോട്ടാണ്. അവിടെ ആ ഒരു ഇഷ്യൂ ഉണ്ട്, സ്പിന്നേഴ്സിന് ഷോട്ടാണ് അവിടെ. നമുക്ക് കൃണാൽ പാണ്ഡ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ബോൾ ചെയ്യുന്നത് ലിവിങ്സ്റ്റൺ മാത്രമാണ് അവിടെ സ്പിന്നറായിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ബാറ്ററെ മാറ്റിയിട്ട് പകരം നമുക്ക് ഒന്നെങ്കിൽ സ്വപ്നിൽ സിംഗിനെയോ സുയാഷ് ശർമ്മയോ കൊണ്ടുവരേണ്ടി വരും. മിക്കവാറും 2 സ്പിന്നറിനെ വെച്ച് ഇറങ്ങേണ്ട അവസ്ഥയുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ റീജിക ടീമിലുണ്ടാവും. മിക്കവാറും അങ്ങനെ വരുമ്പോൾ ദേവദത്ത് പടിക്കൽ ആയിരിക്കും മാറുന്നത്. പകരം പട്ടിദാർ 3ാമത് വന്നിട്ട് വരാനാണ് ചാൻസ്. അപ്പം അങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങൾ. ഇനിയാണ് $1 million ക്വസ്റ്റ്യൻ, RCB പ്ലേ ഓഫിൽ എത്തുമോ? ഇവിടെ ഒരു ചോദ്യത്തിന്, ഞാനൊരു RCB ഫാനാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ എനിക്ക് RCB പ്ലേ ഓഫിൽ എത്തണം എന്ന് മാത്രമല്ല കപ്പ് അടിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഒരു പ്ലേ ഓഫ് ചാൻസ് വരുമ്പോൾ
കഴിഞ്ഞ വർഷത്തെ സ്ക്വാഡിനെ വെച്ച് നോക്കിയ ഒരു അപ്ഡേറ്റഡ് സ്ക്വാഡാണിത്. അപ്ഡേറ്റഡ് എന്നല്ല, ആ ഒരു അപ്ഗ്രേഡഡ് സ്ക്വാഡ് തന്നെയാണ് ഇത്തവണയുള്ളത്. അതായത് ബോളിംഗ് ഒന്നുകൂടെ ബോൾസ്റ്റർ ആയിട്ടുണ്ട്, ബാറ്റിങ്ങിലും അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഉണ്ട്, ഓപ്പണിംഗ് തന്നെ ഡുപ്ലസി പോയെങ്കിലും ഫിൽസോൾട്ട് വന്നിട്ടുണ്ട്, അങ്ങനെ നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ക്വാളിഫൈ ആവേണ്ട ടീമാണ്. പക്ഷേ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചിന്നസ്വാമിയിലെ അവരുടെ പെർഫോമൻസ് ആണ്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പറ്റിയൊരു സ്ക്വാഡ് തന്നെയാണിത്. ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ബോളിങ്ങിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ വേണം ഒരു പിച്ച് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതായത് കുറച്ച് ജീവനുള്ള, കുറച്ച് ലൈഫുള്ള പിച്ച് വേണം ചിന്നസ്വാമിയിൽ ഉണ്ടാവാൻ. എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പ്രശ്നമുള്ള പിച്ച്, അതായത് 140-150 റൺസ് മാക്സിമം എടുക്കാൻ പറ്റുന്ന പിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ഒരു 190-195 ഒക്കെ ഒരു നല്ല സ്കോർ വരുന്നത്, അതായത് 220, 240, 250 എന്ന് പറഞ്ഞ് പോകാതെ ഒരു 190, 200 ഒക്കെ വരുന്ന, എന്നാൽ അത്യാവശ്യം ബൗളേഴ്സിനെ, അതായത് പേസ് ബൗളേഴ്സിനെ പിന്തുണയ്ക്കുന്ന ഒരു പിച്ചാണ് വരുന്നതെങ്കിൽ ഇവർക്ക് ചാൻസ് ഉണ്ട്. അതിന് കാരണം ഇവരുടെ ബാറ്റിംഗ് ലൈനപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഫാസ്റ്റ് ബോളിംഗ് അറ്റാക്ക് വന്നാലും അത്യാവശ്യം ഒരു ലൈഫുള്ള പിച്ചാണെങ്കിൽ പോലും അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റിയ ബാറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ കോഹ്ലി ആയാലും സോൾട്ട് ആയാലും എല്ലാം ഇവർ അതിനുള്ള കേപ്പബിലിറ്റി ഉള്ള ബാറ്റേഴ്സാണ്. പക്ഷേ അങ്ങനെ ഒരു പിച്ച് വരുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഭുവനേശ്വർ കുമാർ നന്നായി ബോൾ സ്വിങ് ചെയ്യുന്ന പ്ലെയറാണ്, അതുപോലെ ഹേസൽവുഡ്, അതുപോലെ റസീഖ് സലാം, അതുപോലെ നമ്മുടെ യഷ് ദയാൽ, ഇവരെല്ലാം ഈ പിച്ച് അനുകൂലിക്കും. അപ്പോൾ അവരുടെ ഒരു ബോളിംഗ് സ്റ്റൈലിന് സ്യൂട്ട് ആകുമ്പോൾ അവർക്കൊരു എയർലി ഡെൻറ്റ്, ഇപ്പോൾ ഏതൊരു ടീമിൻ്റെ പവർ പ്ലേയിൽ തന്നെ ഹേസൽവുഡിനും ഭുവനേശ്വർ കുമാറിനും ഒരു ബ്രേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ, അതായത് ആ ചിന്നസ്വാമി മെരുക്കിയെടുക്കുക എന്നുള്ള കാര്യമാണ്. ആ ഒരു സ്റ്റേഡിയത്തിൽ ഒരു 7-5 കളിയെങ്കിലും വിജയിക്കാൻ അവർക്ക് സാധിച്ചാൽ, ആ ഒരു ചിന്നസ്വാമി കോഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും പ്ലേ ഓഫിലെത്തുന്ന ടീമാണ്. അല്ല, ഇനി ചിന്നസ്വാമിയിൽ അവർ നന്നായിട്ട്, അതായത് 7-ൽ ഒരു 2 മത്സരമൊക്കെ മാക്സിമം ജയിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അവർ പ്ലേ ഓഫിലെത്തില്ല. അപ്പോൾ എനിക്ക് അവർ പ്ലേ ഓഫിൽ എത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതായത് 7-5 അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 7-4 മത്സരമെങ്കിലും, 4-5 മത്സരമെങ്കിലും ചിന്നസ്വാമിയിൽ ജയിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും പ്ലേ ഓഫിലെത്തും. അതിനൊരു കേപ്പബിലിറ്റി ഉള്ള ടീമാണ്. പക്ഷേ അവർ പുറത്തോട്ട് പോകുമ്പോൾ ഈ സ്പിന്നേഴ്സ്, അപ്പോൾ ചെപ്പോക്കിലൊക്കെ പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി സ്പിന്നേഴ്സ് ഇല്ല. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് പണി കിട്ടും. ചെപ്പോക്കിൽ പോകുമ്പോഴല്ല, അതുപോലെ കുറച്ചുകൂടെ സ്പിൻ ഫ്രണ്ട്ലി പിച്ചസിൽ പോകുമ്പോൾ ഇവർക്ക് പണി കിട്ടും, കാരണം നല്ല ക്വാളിറ്റി സ്പിന്നേഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഹോം ഗ്രൗണ്ടിൽ വേണം അവർക്ക് മാക്സിമം വിജയങ്ങൾ നേടിയെടുക്കാൻ. കാരണം അതിന് പറ്റിയൊരു സ്ക്വാഡാണ് അവർ അസംബിൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ക്വാഡ് അസംബിൾ ചെയ്യുമ്പോൾ ആ ഹോം ഗ്രൗണ്ടിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവരുടെ കാര്യം കഷ്ടത്തിലാവും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഗ്രൗണ്ട് ചിന്നസ്വാമിയിൽ അവർക്കൊരു 7-4-5 മത്സരങ്ങൾ ജയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു 7-5 മത്സരങ്ങൾ ജയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പ്ലേ ഓഫിൽ ഉണ്ടാവും. കാരണം കഴിഞ്ഞ സീസണിനേക്കാൾ ഒരു അപ്ഡേറ്റഡ് സ്ക്വാഡാണ് ഇത്തവണ. കഴിഞ്ഞ സീസണിനേക്കാൾ ഒരു അപ്ഗ്രേഡഡ് നല്ല സ്ക്വാഡാണ് കമ്പയർ ചെയ്യുമ്പോൾ. ബോളിംഗ് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ പ്ലേ ഓഫിലെത്തും. നമ്മൾ ഈ പ്ലേയിങ് 11 അനലൈസ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം തന്നിട്ടുള്ള സ്ക്വാഡ് അല്ലാതെ വേറൊരു സ്ക്വാഡ് ഞാൻ പലപ്പോഴും ഹിന്റ് ചെയ്തു. അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു സ്പിൻ ഓപ്ഷൻ ഒന്നുകൂടെ ബോൾസ്റ്റർ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. ആ ഒരു സ്ക്വാഡ് ഞാൻ കമന്റിൽ പിൻ ചെയ്യാം. നിങ്ങൾക്ക് RCBയുടെ പ്ലേയിങ് 11നെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പം ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതും കമന്റിൽ പിൻ ചെയ്യുന്നതും അല്ലാത്ത ഒരു പ്ലേയിങ് 11 നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. RCB ഇത്തവണ പ്ലേ ഓഫിലെത്തുമോ? അതുപോലെ പുതിയ നായകന്റെ കീഴിൽ, രജത് പട്ടിദാറിന്റെ കീഴിൽ RCB കപ്പടിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ടീമിന്റെ റിവ്യൂമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.